അതിശയിപ്പിക്കുന്ന നിരവധി മികച്ച കന്നഡ സിനിമകളുണ്ട്. അവർക്ക് വ്യത്യസ്തമായ ഒരു കഥ പറച്ചിൽ രീതികളുണ്ട്. അത് തികച്ചും രസകരവും വിശാലമായ പ്രേക്ഷകരെ ആകർഷിക്കുന്നതുമാണ്. കന്നഡ സിനിമകൾ ആക്ഷൻ, ഡ്രാമ, റൊമാൻസ് എന്നിവയിൽ ഉയർന്നതാണ്. നിലവിലെ സാഹചര്യത്തിൽ നിലവിലുള്ള പ്രസക്തമായ തീമുകളെ സ്പർശിക്കുകയും അവയെ പ്രേക്ഷകരുമായി തൽക്ഷണം ബന്ധിപ്പിക്കുകയും ചെയ്യുന്ന സിനിമകളാണ് കന്നഡ സിനിമകൾ. ഒരു കാലത്ത് നക്ഷത്ര ലോകമായിരുന്ന ബോളിവുഡിനെ പിന്തള്ളി തെന്നിന്ത്യൻ സിനിമാ ലോകം ഇന്ത്യയിലൊട്ടാകെ രാജവാഴ്ച നടത്തിയ വർഷമുണ്ടായിരുന്നു. ബോളിവുഡിനും അവിടുത്തെ സൂപ്പർ താരങ്ങൾക്കും വമ്പൻ പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന വർഷമായിരുന്നു അത്. ആഗോളതലത്തിൽ തന്നെ 1000 കോടിയും കടന്ന് ഇന്ത്യൻ ബോക്സ് ഓഫീസിനെ പിടിച്ചുകുലുക്കിയ 2 വമ്പൻ ഹിറ്റുകൾ പിറന്നത് കന്നഡ, തെലുങ്ക് ഇൻഡസ്ട്രികളിൽ നിന്നാണ്. കന്നഡയിൽ മലയാള സിനിമയ്ക്ക് ഇത് നല്ല കാലം തന്നെയാണ്. 2 മലയാള സിനിമകളുടെ റീമേക്കുകളാണ് കന്നഡയിൽ റിലീസിനൊരുങ്ങുന്നത്. എന്തായാലും ഇതിനിടയിലാണ് വമ്പൻ സിനിമകളും പുറത്തിറങ്ങുന്നത്. 2025 കന്നഡയിൽ കാത്തിരിക്കുന്നത് വമ്പൻ സിനിമകളാണ്. അതിൽ സൂപ്പർ സ്റ്റാർ സിനിമകളും ഏറ്റവും വലിയ ബജറ്റിലൊരുങ്ങുന്ന ചിത്രങ്ങളുമുണ്ട്. മലയാളത്തിൽ കോടികൾ ക്ലബിലെത്തി ഹിറ്റടിച്ച സിനിമകളുടെ 2ാം ഭാഗം എത്തുന്നതും 2025 ഇത്തവണയും മറ്റു ഭാഷക്കാർ മലയാള സിനിമയെ വാഴ്ത്താനുള്ള തുറുപ്പുചീട്ടുകൾ പോക്കറ്റിലുണ്ടെന്നാണ് മലയാള സിനിമ പറയുന്നത്. ആക്ഷൻ, കോമഡി, റൊമാൻസ്, ത്രില്ലർ എന്നിങ്ങനെ പല വിഭാഗങ്ങളിലുള്ള വമ്പൻ സിനിമകളാണ് വരാൻ പോകുന്നത്. മലയാളത്തിനൊപ്പം ഈ വർഷം കത്തിക്കയറാൻ കന്നഡ സിനിമയും ഉണ്ടാകുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. ഇതിനായി കന്നഡയിൽ ഈ വർഷം വരാനിരിക്കുന്നത് KGF 3, കാന്താര 2 എന്നിവയാണ്. ഇതിനിടയിലേക്കാണ് മാർക്കോ മത്സരത്തിനെത്തുന്നത്. ജനുവരി 31 മാർക്കോ കന്നഡ പതിപ്പ് റിലീസ് ചെയ്യുന്നത്. റിലീസ് വിവരം പങ്കുവച്ചുകൊണ്ട് പുതിയ പോസ്റ്ററും അണിയറ പ്രവർത്തകർ പുറത്തിറക്കിയിട്ടുണ്ട്. കുമാർ ഫിലിംസ് ആണ് ചിത്രം കന്നഡയിൽ റിലീസ് ചെയ്യുന്നത്. അത്ഭുത വിജയമായി മാറിയിരിക്കുന്ന മാർക്കോ കന്നഡയിൽ തിളങ്ങുമോ എന്ന് തന്നെയാണ് ഇനി നോക്കിക്കാണേണ്ടത്. ആക്ഷനും ഡ്രാമയ്ക്കും റൊമാൻസിനും പ്രാധാന്യം നൽകുന്ന കന്നഡ സിനിമയ്ക്ക് മാർക്കോയെ ഇഷ്ടപ്പെടുമോ എന്ന് തന്നെയാണ് ഇനി നോക്കിക്കാണേണ്ടത്. വൻ സ്വീകാര്യത ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും ചിത്രത്തിന് ലഭിച്ചിരുന്നു. മറുഭാഷ പ്രേക്ഷകർ തിയേറ്ററുകളിൽ എത്തിക്കണ്ട് മറ്റു ചിത്രങ്ങളും മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഉത്തരേന്ത്യയിൽ ഇതുപോലെ ട്രെൻഡ് സൃഷ്ടിച്ച മറ്റൊരു മലയാള ചിത്രവുമില്ല. ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് നേടിയ പ്രതികരണം അസാധാരണമായിരുന്നു. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വന്നാൽ ബോളിവുഡിലെ വമ്പൻ റിലീസുകളെ പിന്നിലാക്കിയായിരുന്നു മാർക്കോയുടെ മുന്നേറ്റം. ഇത് കന്നഡയിലും പ്രതിഫലിക്കുമോ എന്ന് തന്നെയാണ് ഇനി നോക്കിക്കാണേണ്ടത്. നിലവിൽ ഇപ്പോഴും 450-ലേറെ സ്ക്രീനിൽ പ്രദർശനം തുടരുന്ന ചിത്രം ഇപ്പോൾ ആഗോളതലത്തിൽ 115 കോടിയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു A സർട്ടിഫിക്കറ്റ് നേടിയ ചിത്രം 100 കോടിയിലധികം കളക്ഷൻ നേടുന്നത്. അസാധാരണമായ വയലൻസ് രംഗങ്ങളും ഹെവി മാസ് ആക്ഷനുമാണ് പ്രമുഖ ആക്ഷൻ ഡയറക്ടർ കലൈ കിങ്സ്റ്റൺ ചിത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത്. മാർക്കോയിലെ കുട്ടികൾ ഉൾപ്പെട്ട ആക്ഷൻ വയലൻസ് രംഗങ്ങൾ ദേശീയ തലത്തിൽ തന്നെ ചർച്ചാ വിഷയമായിരുന്നു. ഇത് കന്നഡ സിനിമാ ലോകത്തിന് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നാണ് ഇനി നോക്കിക്കാണേണ്ടത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.